ഖാദറിന്റെ ജീവൻ രക്ഷിക്കുക. മേനോന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. നിരാഹാര സത്യാഗ്രഹം 18-ാം ദിവസം. ഇൻകുലാബ് സിന്ദാബാദ്. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. ഖാദർ വളരെ ക്ഷീണിതനാണല്ലോ. മുതലാളി വഴങ്ങുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലേ? അയാൾ തൊഴിലാളികളെ മുഴുവൻ പട്ടിണിക്കിട്ട് കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്ന തോന്നുന്നത്. മുതലാളിയുടെ കാർ വരുന്നുണ്ടല്ലോ. ആരും കാർ തുടരുത്. കാർ തുടർന്നു പോകുന്നില്ലേ? മാറിക്ക്. എന്റെ കാറിൽ തൊടുന്നവനിവിടെ കിടന്ന് പടയും. നിങ്ങൾ പ്രശ്നം പറഞ്ഞ് വഷളാക്കരുത്. നീ ആരാണ് എന്നെ ഉപദേശിക്കാൻ? ഞാൻ സാറിനെ ഒന്ന് കാണാനാ വന്നത്. എനിക്ക് നിങ്ങളെ കാണാൻ ഇഷ്ടമല്ല. എന്നെ സസ്പെൻഡ് ചെയ്യാൻ സാറ് ഹോം മിനിസ്റ്റർ വിളിച്ചു പറഞ്ഞു എന്നറിഞ്ഞു. അയാൾ അത് ചെയ്യുമോന്നോ എനിക്കൊന്നറിയണം. ശമ്പള കൂടുതലിന് തൊഴിലാളികൾ പണിമുടക്കി. അതിന് പോലീസ് ഇൻസ്പെക്ടർ എന്ത് വിളിച്ചു? നിങ്ങളുടെ അറിവോടെയല്ലേ അവന്മാരന്റെ കാറ് തല്ലി തകർത്തത്? തൊഴിൽ നിയമങ്ങളിൽ ഞങ്ങൾക്ക് ഇടപെടാൻ ചില പരിമിതികളൊക്കെ ഉണ്ട് സാർ. തൊഴിൽ നിയമങ്ങളൊന്നും നിങ്ങൾ എന്നെ പഠിപ്പിക്കണമെന്നില്ല. അതിന്റെ നേട്ടങ്ങളൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. നിങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ല. ഞാൻ സർവീസിൽ കയറിയതേ ഉള്ളൂ സാർ. അതിന്റെ എടുത്തുചാട്ടമാണ് അവിടെ കണ്ടത്. 50,000 രൂപയാണ് സാർ ഈ ജോലിക്ക് വേണ്ടി ഞാനൊരു നേതാവിന് കൊടുത്തത്. ഓഹോ, അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമായിരിക്കും അല്ലേ? കൃത്യനിർവഹണത്തിൽ മുഖം നോട്ടമോ മമതയോ എനിക്കില്ല. ഒരുപക്ഷെ അതായിരിക്കും എന്റെ പരാജയമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പോലീസുകാർ തല്ലാൻ തയ്യാറായപ്പോ നിങ്ങളല്ലേ എതിർത്തത്? അപ്പോഴങ്ങനെ ചെയ്തില്ലെങ്കിൽ വെടിവെയ്പ്പ് നടന്നേനെ സാർ. എന്തുകൊണ്ട് വെടിവെച്ചില്ല? കുറെ എണ്ണം ചാകേണ്ടതായിരുന്നു. അതിന്റെ റിയാക്ഷനെ കുറിച്ച് സാർ ചിന്തിക്കാത്ത പോലെ തോന്നുന്നു. വാട്ട് റിയാക്ഷൻ? വരുന്നിടത്ത് വെച്ച് കാണും മിസ്റ്റർ. ആ യൂണിയൻ നേതാവ് ഖാദറിനെ ഒന്ന് സാർ വിളിപ്പിച്ച് സംസാരിച്ചാൽ പ്രശ്നം തീരും. ആ ഖാദർ നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അയാളുടെ പേരിൽ കേസില്ല സാർ. കേസ് ഞാൻ കൊടുക്കും. എങ്കിൽ ഞാൻ അറസ്റ്റ് ചെയ്യും. കൗസല്യേ, 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 എന്താ ഇത്? പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഞാൻ കരാട്ടെ പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഇവിടെ പെണ്ണുങ്ങൾക്ക് മാനമായി കഴിയണമെങ്കിൽ കുറച്ച് കരാട്ടയോ കളരിപ്പയറ്റോ പഠിക്കാതെ പറ്റില്ല. കരാട്ടയോ? കരാട്ടെ അത് പറഞ്ഞു കേട്ടപ്പോ എനിക്കും കുറച്ച് അഭ്യസിച്ചാ കൊള്ളാമെന്ന് തോന്നുന്നു. ഞാൻ പഠിപ്പിക്കാം. കരാട്ടെ കൗസല്യ ബഹുമെടുക്കുക. അല്ല, ഖാദർക്കായെ കാണാറേയില്ലല്ലോ. നിങ്ങളുടെ പണിമുടക്ക് എന്തായി? അയാൾ തീരെ വഴങ്ങുന്ന ലക്ഷണമില്ല. ഇനി അക്രമം കൊണ്ട് രക്ഷയുള്ളൂ. ഫാക്ടറി കത്തിച്ചു, മുതലാളിയുടെ കാറ് തകർത്തു, എന്നിട്ടും തീർന്നില്ലേ? അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോ അക്രമം ശരിയാണോ ഖാദറെ? ഏതായാലും നാളെ ഒരു ബന്ദിനെ ഞങ്ങൾ ആഹ്വാനം ചെയ്തിരിക്കുക. കഴിഞ്ഞ ആഴ്ചയല്ലേ ഒരു സമ്പൂർണ്ണ ബന്ദ് നടന്നത്? അയ്യോ, അന്ന് വെള്ളം പോലും കിട്ടാതെ ഞങ്ങൾ കുറെ വലഞ്ഞു. അടുത്ത ബന്ദിന് ഒരൊറ്റ എണ്ണത്തിനെ പുറത്തിറക്കില്ല. അത്രത്തോളം ജനങ്ങൾക്ക് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ആവില്ലേ ഖാദറെ? ജനങ്ങളെ എത്രത്തോളം കഷ്ടപ്പെടുത്തുന്നോ അത്രത്തോളം ആ സമരം വിജയിക്കും. നാളെ റെയിൽവേ മൈതാനത്ത് ഒരു സമര വിശദീകരണ പൊതുസമ്മേളനം വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ മീറ്റിങ്ങിന് ആള് തീരെ കുറവായി പോയി, നാണക്കേടായി പോയി. അതിനല്ലേ ഇത്തവണ ക്യാബറ ഡാൻസ് വെച്ചിരിക്കുന്നത്. പാർട്ടി മീറ്റിങ്ങിന് ക്യാബറയോ? അല്ലാതെ പിന്നെ ആള് കൂടണ്ടേ? എന്താണ് ഈ ക്യാബറെ? ഏയ്, ഇതല്ല, ഇത് നല്ല രസമാ. അതായത് ഞാൻ കൊണ്ടുപോയിക്കോളാം. സുഹൃത്തുക്കളെ, സമ്മേളനം അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ക്യാബറെ ഡാൻസ് ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. എന്താ എന്തുണ്ടായി? കല്ലേറോ ലാത്തി ചാർജോ? അയ്യോ, ഇത് അതിലും ഭയങ്കരം. ആശാൻ തീരുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ഓടിക്കളഞ്ഞു. ആശാൻ എന്തൊരു പണിയാ കാണിച്ചത്? അവസാന ഭാഗം എന്ത് രസമായിരുന്നു. ഇതാണോ കല? ഇതാണോ നൃത്തം? ആഭാസം, അശ്ലീലം. ഇന്ന് വിനായക ചതുർത്ഥിയാണ്. ഈ ദിവസം തന്നെ ഈ വൃത്തികേട് കാണേണ്ടി വന്നുവല്ലോ നാരായണ. എന്നാലേ തൊട്ടടുത്തൊരു മഹാഗണപതി ക്ഷേത്രമുണ്ട്. ചെന്ന് മുങ്ങി കുളിച്ച് തൊഴുത് കിടന്നുറങ്ങും. ഇതിനെയൊക്കെ കൊണ്ടുപോയി എന്നെ പറഞ്ഞാ മതിയല്ലോ. ഒന്ന് പിടിച്ചിറക്കിക്കേ. ഒന്നിറക്കേ, നമ്മളാണല്ലേ.
നല്ല ഭാരമുണ്ടല്ലോ, എന്താ ഇത്? പോത്തിന് പിണ്ണാക്ക. ഈ വയസ്സുകാലത്ത് എന്തിനാ മാത്തച്ച ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? വല്ല കൂലിക്കാരെ കൊണ്ട് എടുപ്പിച്ചൂടെ? കമ്പോളത്തിലെ ചുമട്ടുതൊഴിലാളികൾ ചുമടെടുക്കുന്നില്ല, ചുമട്ടുതൊഴിലാളികൾ സമരം. ഇവിടെ സർവത്ര സമരമേ ഉള്ളൂ നാരായണൻ. ഈ രാജ്യത്ത് 3 കാര്യത്തിന് മാത്രം ഒരു ക്ഷാമവും സത്യം, ധർമ്മം, നീതി. എവിടെന്ന് കിട്ടി ഈ അല്ല, സമരങ്ങൾക്ക്, സന്താനങ്ങൾക്ക്, സർട്ടിഫിക്കറ്റുകാർക്ക്. അത് പോറ്റി അദ്ദേഹം പറഞ്ഞ വളരെ ശരിയാ. ഇവിടെ സമരങ്ങളില്ലാത്ത ദിവസങ്ങളില്ല. സാരം തീരുന്നവർ എന്റെ പോത്തിനെ എനിക്ക് പട്ടണം കിട്ടാൻ ഒക്കുവോ? ഞാനിങ്ങ് എടുത്തോണ്ട് പോന്നു. ഇതെന്താ ചെരുപ്പ് കൈ പിടിച്ചിരിക്കുന്നത്? എന്റെ മൂത്ത മോള് ഗൾഫിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാ. നമ്മുടെ ഈ പന്ന റോഡിലിട്ട് ചവിട്ടിയാലേ ഇവൻ തേഞ്ഞു പോകും. ഒന്ന് താങ്ങിച്ചു, ഒന്ന് സഹായിച്ചേ. ഒന്ന് പിടിച്ചാണ്. ചെരുപ്പ് ചെരുപ്പ് ചെരുപ്പെങ്കിലും ഒന്ന് എടുത്തു കൊടുക്കും. കൊടാ കൊടാ, ചെരുപ്പ് ചെരുപ്പ്. കൈ 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 കൈ. ഒരു പോത്തിനെ കൊണ്ടുള്ളൊരു ശല്യം എന്റെ അൽഫോൺസാവേ. നമസ്കാരം. ആ, പത്മിനിയോ? അമ്മ എവിടെ? അമ്മയെ കൊണ്ടുവന്നാൽ വലിയ ശല്യമാ. കൗസല്യയും നാരായണനും ഇവിടെ ഇല്ല. അതുകൊണ്ടല്ലേ ഇപ്പൊ തന്നെ വന്നത്. സിനിമയൊക്കെ കിട്ടുന്നുണ്ടോ പത്മിനിക്ക്? ഞാൻ സിനിമാക്കാരും പറയാനല്ല വന്നത്. പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്നാൽ ബോറടിക്കില്ലേ? ഏകാന്തതയാണ് എനിക്കിഷ്ടം. അപ്പോ ഞാൻ വന്നത് ഇഷ്ടമായില്ലേ? അയ്യോ, സുന്ദരിയും കലാകാരിയുമായ പത്മിനിയെ പരിചയപ്പെട്ടത് തന്നെ വലിയൊരു അനുഗ്രഹമല്ലേ? അങ്ങേ ആദ്യം കണ്ടത് മുതൽ എന്നെ പാട്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് വരൂന്ന്. കൗസല്യേ, നാരായണ, എന്താ ഇത്? കൗസല്യേ, നാരായണ, ഈ വീട്ടിനകത്ത് കയറിയ ആണുങ്ങളെ വേട്ടയാടാൻ തുടങ്ങി. അനാവശ്യം പറയരുത്, അനാവശ്യം കാണിക്കാം അല്ലേ? നിന്റെ തൊഴിലാടി നീ പറഞ്ഞത്. കൗസല്യേ, ഈ കുട്ടിയാണ് എന്നെ കടന്നു പിടിച്ചത്. താനല്ലേ എന്നെ കയറി പിടിച്ചത്? നാരായണ. നാരായണല്ലേ മണ്ണാൻ കട്ട. കാണാൻ കൊള്ളാന്ന് പെമ്പിള്ളേരെ കണ്ടപ്പോ അയാൾക്ക് സഹിച്ചില്ല. നിർത്തടി, നീ നിർത്തടി. കൗസല്യേ, ഈ കുട്ടിയെ ഒന്ന് വേഗം പറഞ്ഞേക്കൂ. ഇവളുടെ തള്ളയുടെ തൊഴിൽ തന്നെ ഇവിടും കാണിച്ചു. നിന്റെ തൊഴിലിന്റെ മഹത്വം നാട്ടുകാര് പറയുന്നുണ്ടടി. എന്നെ പറ്റി ഒരുത്തരും ഒരു ചുക്കും പറയാനില്ലടി. 3 പേരുടെ ഭാര്യയായിരുന്നുകൊണ്ട് ചാരിത്രം പ്രസംഗിക്കുന്നു. കുട്ടി കാര്യമറിയാതെ അപവാദം പ്രചരിപ്പിക്കരുത്. ഓ, താനൊരു പൂച്ച സന്യാസി. ഇറങ്ങാനാ പറഞ്ഞത്. തന്നെ ഞാനൊരു പാഠം പഠിപ്പിച്ചു തരാം. ഇറങ്ങി പോടി പുറത്ത്. നാരായണ. അതെ അതെ, പോലീസ് സ്റ്റേഷൻ തന്നെ. പിന്നെന്താ, ബാർബർ ഷാപ്പാണോ? ആ, എന്താ കോളേജ് പിള്ളേര് ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിയുന്നു? ആ, എറിയട്ടടോ, എറിയട്ടെ. അതെന്താ തന്റെ തന്തയുടെ വക മറ്റാണോ? പൊതുസ്വത്തല്ലടോ, അവരെറിഞ്ഞോട്ടെ. ഞാൻ ഒരു കാര്യം ചെയ്യ്, കൺട്രോൾ റൂമിൽ വിളിച്ചു പറ. അവര് വന്നിട്ട് ശരിയാകുന്നില്ലെന്നോ? കമ്മീഷൻ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു പറ. അദ്ദേഹം നല്ല മനുഷ്യനാണ്. അദ്ദേഹം വന്നിട്ടും ശരിയാകുന്നില്ലെങ്കിലേ ഞാൻ തന്നെ വരാം. അയ്യോ, ഭയങ്കര ബഹളം. എന്താണോ സാറേ? ബഹളം എന്ന് പറഞ്ഞാൽ ബഹളം. വേണ്ട, അതിനുള്ള ഏർപ്പാടെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. സാറേ, ടിയർ ഗ്യാസും ലാത്തിക് ചാർജും പ്രയോഗിച്ച് എന്നിട്ടും പോകുന്നില്ല. ടിയർ ഗ്യാസ് ഉപയോഗിച്ചിട്ടും പോകുന്നില്ലേ? ഇല്ല. എന്നാ താനൊരു കാര്യം ചെയ്യും, ഇത്തവണത്തെ റേഷൻ വാരി അവരുടെ മുഖത്തെറി. അവന്മാരെല്ലാം അവന്മാരുടെ തന്ത വരെ ഓടും. ഇടോ, അതിനുള്ള പുഴു മാത്രം മതി, അരിയും കല്ലും വേണ്ട. ഓ, പുഴു കല്ല് അരി, പുഴുക്കല്ല അരി. ഐഡിയ ഐഡിയ. ഇന്നത്തേക്ക് ഒരു എഴുത്തുണ്ട്, ഇതോ പുതിയ ഉത്തരവാണെന്ന് തോന്നുന്നു. സാറേ, സസ്പെൻഷനോ പ്രമോഷനോ? അടങ്ങടോ. കുറ്റം തെളിയിക്കാൻ പ്രതികളോട് പോലീസ് സ്റ്റേഷനിൽ 3ാം മുറ പ്രയോഗങ്ങളൊന്നും പാടില്ലെന്ന് ഇതിനാൽ കർശനമായി നിരോധിച്ചിരിക്കുന്നു. എന്തോന്നാ സാറേ, 3ാം മുറിവോ? ഇടോ, 3ാം മുറിവല്ല, 3ാം മുറ. ഓ, 3rd ഡിഗ്രി മെത്തേഡ്. എങ്ങനെയാ ഇംഗ്ലീഷ് പഠിക്കണം? ഇംഗ്ലീഷ് പഠിച്ചിരുന്നെങ്കിലേ മന്ത്രിമാരെ ചവങ്കാക്കാനും ബംഗ്ലാവ് കാക്കാനും കാവൽ നിൽക്കാനും ഒക്കെ നിൽക്കായിരുന്നു. വേറെ വല്ല ജോലിക്കും പോലെ അല്ലേ? എടോ, പ്രതികളെ മർദ്ദിച്ച് കുറ്റം തെളിയിക്കാൻ പാടില്ലെന്ന്. ഓ, എന്നാ ലാസ്റ്റും വിലങ്ങൊക്കെ ബിസിയിൽ ആണി അടിച്ചു വെച്ചേക്കാം.
നമസ്കാരം. ആ. മുഴുവോളെ എന്താ കേസ്? ഇത് കേസ് തന്നെ. അപ്പൊ ഞങ്ങളെ നേരത്തെ തന്നെ മനസ്സിലായി അല്ലേ? ആ കണ്ടപ്പോഴേ എന്താ സംഭവം? ബലാത്സംഗം. ഏ? എന്നെയല്ല, പിന്നെ തിരിഞ്ഞ് കാണിച്ചു കൊടുമോളെ. സാറാമേ വിളി. ആ സാറാമ്മ വിളി. ആ സാറാമേ വിളി. ആ സാറാമേ വിളി. പോയി വിളിയണം. ആ എടേ ഇങ്ങോട്ട് നോക്ക്. ആരെ സംഘം ചെയ്തു? ഇത് പോലീസ് സ്റ്റേഷനാണ്. എടി പോടി എന്നൊന്നും സംബോധന ചെയ്യാൻ പാടില്ല. പുതിയ ഉത്തരവ്. സാറാമേ, ഇത് നിങ്ങളുടെ സെക്ഷനാ. ബലാത്സംഗം ഏറ്റെടുത്തോ. ബലാത്സംഗം ചെയ്തവനെവിടെ? പ്രതിയുടെ അവിടെ. സാറോ പ്രതി അവിടെ ചോദിച്ചത്. ആ, അടുത്ത വീട്ടിൽ താമസിക്കുന്ന നാരദൻ പറഞ്ഞ ഒരാൾ ഇവളെ കടന്നു പിടിച്ചു. സാരിയും ബ്ലൗസും വലിച്ചു കീറി. ഇത് കണ്ടോ? അകത്ത് വിളിച്ചുകൊണ്ടുപോയി ദേഹപരിശോധന നടത്തി FIR എടുക്കൂ. ആ ശ്രീമതിമാർ വന്നാലും എടോ, നോക്കി നിൽക്കാതെ വേഗം പോയി ഒരു പൈനാപ്പിൾ ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കൂ. എടേ ബലാത്സംഗല്ലേ, ഒന്ന് വേഗം ചെല്ലടേ. വരൂ. ആ നെല്ലേ, നീ എങ്ങോട്ട്? ഈ നാരദൻകുട്ടി നായർ എന്ന് പറയുന്ന ആൾ ഇവിടെയാണോ താമസം? അതെ, എന്ത് വേണം? ഒന്ന് വിളിച്ചേ. ഞാനാണ് നാരദൻ. എന്താണാവോ? തന്റെ പേരിൽ ഒരു ബലാത്സംഗ കേസുണ്ട്. ബലാത്സംഗ കേസോ? ഒന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കണോ? വായിച്ച് കേൾപ്പിക്കണോ? പട്ടാളം ജാനകിയുടെ മകളും പ്രായപൂർത്തിയായിട്ടില്ലാത്തവളും സിനിമാ നടിയുമായ കുമാരി ബുള്ളറ്റ് പത്മിനിയെ അനുനയ രൂപത്തിൽ വീട്ടിനകത്ത് വിളിച്ചു കയറ്റി മാനഭംഗപ്പെടുത്തുകയും മരണകരമാം വിധം ബലാത്സംഗം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. എന്തൊരു അന്യായം! അസത്യം, അന്യായം, അധർമ്മം! അയ്യോ, അവൻ ഇദ്ദേഹത്തെയാണ് കടന്നു പിടിച്ചത്. സഹോദരി, ആദ്യം ആരെ പിടിച്ചു എന്നുള്ളത് ആവശ്യക്കാരന്റെ ആവേശം പോലെ ഇരിക്കും. അപ്പോൾ കൗസല്യ കടന്നു വന്നില്ലായിരുന്നെങ്കിൽ? എടോ, ബലാത്സംഗമല്ലേ, ആരെങ്കിലും വരുമ്പോ തനിയെ നിൽക്കും. നോക്കി നിൽക്കാതെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കോ. ഇദ്ദേഹം നിരപരാധിയാണ്. അതൊക്കെ കോടതി ചെന്ന് പറഞ്ഞാൽ മതി. കൈ നീട്ടണോ? എടോ, കൈ നീട്ടാൻ. ചേട്ടാ, ഇവൻ എവിടത്തുകാരനാ? അവാർഡ് മേടിക്കാൻ കൈ നീട്ടുന്ന പോലെയല്ലേ വിലങ്ങി വെക്കാൻ കൈ നീട്ടുന്നത്? ഞാൻ പിന്നെ എന്താ വേണ്ടത്? ഇദ്ദേഹം ഈ നാട്ടുകാരനല്ല. പറഞ്ഞു കൊടുക്കണോ? ഇവിടുത്തെ രീതികളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണോ? സാറൊന്നു വന്നേ, ഒരു മിനിറ്റ്. എന്നിട്ട് ബലാസംഗത്തിന് പറ്റിയൊരു വക്കീലിനെ കണ്ട് ജാമ്യത്തിൽ ഇറങ്ങാൻ നോക്ക്. വാദി സിനിമാ നടിയാ, മോളി പിടിയുള്ളവളാണേ.